Dear friends, welcome back at another episode of my YouTube channel. My name is Ibad Rahman. ഇന്റർനെറ്റിന്റെ യൂസേജ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റ് കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള മെയിൻ കാരണം എനിക്ക് മനസ്സിലായത് ഇതാണ്. നോർമൽ കേസിലെ ആളുകൾക്ക് അറിയില്ല എന്താണ് സൈബർ ക്രൈം, എന്താണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ, അല്ലെങ്കിൽ എങ്ങനത്തെ തരം പോസ്റ്റുകളാണ് ഇടാൻ പറ്റുക എന്ന് ആർക്കും അറിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നാൽ നമ്മൾ ഒരാളെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ഒരു വ്യക്തിയെ ഹരാസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു എന്ന് വിചാരിക്കുക. ആ പോസ്റ്റ് നമ്മൾ തന്നെ എടുത്തിട്ട് ഫേസ്ബുക്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഒക്കെ വീണ്ടും ഷെയർ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിയമപരമായി എന്തെങ്കിലും ശിക്ഷയുണ്ടോ, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്റർനെറ്റ് കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷകളും. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറിച്ച് ഹരാസ്മെന്റോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷകളും അതിൻ്റെ കുറ്റകൃത്യങ്ങളുമാണ്. 10 പോയിന്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്റർനെറ്റ് കുറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷകളെക്കുറിച്ചും. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈബർ മീഡിയയിലൂടെ നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും ഒരു കുപ്രചരണം നടത്തുകയാണെന്ന് വിചാരിക്കുക. അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ലഭിക്കുന്ന ശിക്ഷകൾക്ക് പുറമെ IT നിയമപ്രകാരം അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ നശിപ്പിക്കാൻ വേണ്ടി സൈബർ മീഡിയയോ അതോ ഉപകരണങ്ങളോ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെയാണ് അതിൻ്റെ ശിക്ഷ. കൂടാതെ 5 ലക്ഷം രൂപയും അതിന് പിഴ അടയ്ക്കേണ്ടി വരും. ഒരാളുടെ വിവരങ്ങളോ രേഖകളോ നശിപ്പിക്കാൻ വേണ്ടി അയാളുടെ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ കമ്പ്യൂട്ടറോ എന്നിവ നശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1 കോടി രൂപ വരെ പിഴ ചുമത്താൻ കോടതിക്ക് അധികാരമുണ്ട്. അധികാരികളെ അറിയിക്കാതെ ഔദ്യോഗികപരമായിട്ടുള്ള രേഖകൾ നമ്മൾ സൈബർ മീഡിയയിലൂടെ ചോർത്തുകയാണ് എന്നുണ്ടെങ്കിൽ 3 വർഷം വരെ കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകളോ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാനുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പാസ്വേഡ്, ഇമെയിലിൻ്റെ പാസ്വേഡ്, ഡോക്യുമെൻറ്റിൻ്റെ പാസ്വേഡ് എല്ലാം അവരറിയാതെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാനുള്ള നിയമം നമുക്ക് അനുശാസിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിലൂടെ മറ്റുള്ളവരുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ്. പരിധി വിട്ട അശ്ലീല വാക്കുകൾ മെസ്സേജായോ ഇമേജൊക്കെ ആയിട്ടോ പ്രചരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഇതിന് വിധിക്കപ്പെടുന്നത്. 5 വർഷം കഠിന തടവും 10 ലക്ഷം രൂപ വരെയാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇത് കുട്ടികൾക്കെതിരെയാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷാ കാലാവധി കൂടും. 7 വർഷം വരെ കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒരാൾക്കെതിരെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി അയാൾക്കെതിരെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ ആൾമാറാട്ടമോ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും അനുഭവിക്കേണ്ടി വരും. 10ാമത്തെ പോയിന്റ്, അതായത് ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ പ്രൊഫൈൽ ഇമേജുകളോ ഇമെയിൽ അഡ്രസ്സുകളോ ഫോൺ നമ്പറുകളോ എല്ലാം നമ്മൾ ഫേസ്ബുക്കിലൂടെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അതും ശിക്ഷയ്ക്ക് ബാധകമാകുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. എന്ത് കാര്യം പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ടെക്നോളജി ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളും ഓരോ നിമിഷവും വളരുന്നുണ്ട്. എന്ത് കാരണം വെച്ചാൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മോട്ടീവായ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വരുന്ന മെട്രോ മനോരമയിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലിൻ്റെ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ അയക്കുന്ന വീഡിയോയുടെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ് 9746029915. ഈ വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. പുതിയ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you the next time. Bye.